ഇതാണ് നോൺ ആക്റ്റീവ് 11 പ്രോട്ടാ. അപ്പോൾ ലോ ബഡ്ജറ്റ് ഇതിന് 14 പ്രോയിൽ വേറെ ഇതിലുണ്ടോ? 1 TB ഉണ്ട്. ഓക്കെ 1 TB എത്ര? 1600 ഉണ്ടല്ലേ? ഒന്നും കൂടെ കുറച്ചിട്ടുണ്ട്. 1570. ഓക്കെ അതിനുശേഷം ലീഗൽ ആൻഡ് റെഗുലാരിറ്റി പോയി കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ കുറേ ഉണ്ട്. ഇതിന്റെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ജെന്യൂൻ ആപ്പിൾ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ആപ്പിളിന്റെ തന്നെ പ്രൊഡക്റ്റ്, ഒറിജിനൽ ഡിസ്പ്ലേ, സെയിം ഡിസ്പ്ലേ. 13 പ്രോ തന്നെ 512 GB പ്രൈസിന് 2050 ദിർഹംസ്. വെറും 2050. നേരെ 13 പ്രോ പറഞ്ഞല്ലേ, സെയിം കണ്ടീഷൻ വരുന്നു. ഓക്കെ 13 പ്രോ മാക്സ് 12 GB ഒക്കെ 85 എബോ ബാറ്ററി വരുന്നു. കാണിച്ചാ ഇതിന്റെ ബാറ്ററി ഹെൽത്ത് വരുന്നത് 96. അത് ഇവിടുന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കും നോൺ ആക്റ്റീവ് ആണോ. മാർക്കറ്റിലൊക്കെ ഒരുപാട് ആൾക്കാര് സൗദി ഡെലിവറി അവൈലബിൾ. സൗദി തുടങ്ങിയാ എല്ലാവരും നമ്മുടെ ഏറ്റവും കൂടുതൽ ചോദ്യം ആയിരുന്നു സൗദി ഡെലിവറിന്റെ. സൗദി ഡെലിവറി അവർക്ക് ഇന്ന് കിട്ടുന്നതാണ്. ഓക്കെ 1 TB 2000 ദിർഹംസിന് 1 TB. നോൺ ആക്റ്റീവില് 2 എണ്ണ വരുന്നത്. ഒന്ന് വിത്ത് ബോക്സിൽ വരുന്നത്, ഒന്ന് വിത്തൗട്ട് ബോക്സിൽ വരുന്നത്. ഇപ്പൊ യൂസർ ഷോപ്പുകാർ വിൽക്കുന്ന ഒരു പീസ് അല്ല, അതായത് 1900 വരുന്ന ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചുകൾ. ഓക്കെ അങ്ങനത്തെ സ്റ്റോക്കുകൾ ഇത് നോൺ ആക്റ്റീവ് ആണ്. അവൻ പറഞ്ഞ ചെക്ക് ചെയ്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം, എന്നിട്ട് കസ്റ്റമർ എടുത്താൽ. ഓക്കെ അപ്പൊ കസ്റ്റമേഴ്സ് വരുമ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദിച്ചവർക്ക് വേണ്ടിയുള്ള ഉത്തരവാണിത്. കഥകൾ ഷോപ്പ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ നമ്പർ കാര്യങ്ങളും നമ്മൾ ഒരുപാട് ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 256 എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 4000 ദിർഹത്തിന്. ഹായ്, വെൽക്കം ടു BBA. കൂടെക്കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ. എൻ്റെ അലിക്കുന്ന 11 പ്രോ നോൺ ആക്റ്റീവ് സാധനം കേട്ടോ. ഒരു കിഡിലും വീഡിയോ ചെയ്യാൻ പോണ്. നമ്മൾ നമ്മുടെ സ്വന്തം ഫോൺ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. ഈ 11 പ്രോ നോൺ ആക്റ്റീവ് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റില്ലേ? ഓക്കെ വിശ്വസിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ കിഡിലും വീഡിയോ ചെയ്താൽ നമുക്ക് അപ്പടി. ഓക്കെ എന്താ വിശേഷം? സുഖല്ലേ? അടിപൊളി. അപ്പൊ കിഡിൽ ഓഫർ അല്ലേ? എന്താ വിശേഷം? സുഖം. അടിപൊളി. അപ്പോൾ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോ. ഇനി നമ്മൾ പൊളിച്ചെടുക്കാൻ പോവാണ്. ഇത് ഈ പുറകെ കാണുന്നൊക്കെ നല്ല കിഡിലെ ഓഫറാണ് നിങ്ങൾക്കുള്ളത് അല്ലേ? ആദ്യം നമ്മൾ കൊടുക്കണേ 11 പ്രോ. കാണിക്ക് സാധനം കാണിക്ക്. ഓക്കെ 256 GB നോൺ ആക്റ്റീവ് സാധനം 11 പ്രോ കേട്ടോ. ചമര 11 പ്രോ. അതായത് കിഡിലെ സാധനം എന്ന് പറഞ്ഞാൽ കിഡിലെ സാധനം നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരാൾ ടച്ച് ചെയ്യാത്ത സിം ഇടാത്ത ഫസ്റ്റ് യൂസർ നിങ്ങളായിരിക്കും. ഒന്ന് ഓപ്പൺ ചെയ്തേ കാണിച്ചു നോക്കട്ടെ. ഇന്ന് നോൺ ആക്റ്റീവ് 11 പ്രോ നല്ല കിഡിലെ ഓഫറിലാണ് തരാൻ പോകുന്നത്. പീൽ ചെയ്തോ പൊളിച്ചെടുക്കാൻ കിട്ടെ. ഓണായിട്ടെ അല്ലേ? ചാർജ് ഇല്ലേ? ഓക്കെ ചാർജ് ഇല്ലൊന്നും എടുക്കും കിട്ടെ. ചാർജില്ല. എത്ര എണ്ണം വേണം നിങ്ങൾക്ക്? ഇതാ സാധനം ഇരിക്കണണ്ട. ഇതൊക്കെ നിങ്ങൾക്കുള്ള സാധനമാണ്, ഓഫറുള്ള സാധനമാണ്. ഇപ്പൊ ചാർജ് ഇല്ലാത്തതുണ്ട്. ഒന്നുകൂടെ ക്ലിയർ ആവട്ടെ. ഇതാണ് നോൺ ആക്റ്റീവ് 11 പ്രോട്ടാ. അപ്പോൾ ലോ ബഡ്ജറ്റിൽ അല്ലേ? ലോ ബഡ്ജറ്റിൽ 450 ദിർഹംസിന് നമുക്ക് നോൺ ആക്റ്റീവ് കൊടുക്കാം. 11 പ്രോ അതായത് 4500ഓളം മാർക്കറ്റിൽ വിലയുണ്ടായ സാധനമാണ്. അതും ഏതാ കളർ? മിഡ്നൈറ്റ് ഗ്രീൻ. ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരും. ആക്റ്റീവ് ആക്കിയില്ല. പക്ഷെ ഇത് ഓണായി ആക്റ്റീവ് ആവും അല്ലേ? അപ്പൊ ഇപ്പൊ 100% ബാറ്ററിയാണ്. ഇപ്പൊ 100% ബാറ്ററിയാണ്. പക്ഷെ ഇനി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവും. ഇപ്പൊ ഇതിന്റെ വാറണ്ടിയോ? സർവീസ് വാറണ്ടി 3 മാസം കൊടുക്കും. ഓക്കെ സർവീസ് വാറണ്ടി 3 മാസം കൊടുക്കും. അപ്പോൾ നോൺ ആക്റ്റീവ് നോക്കുന്നവർക്ക് ഒരു കിഡിലൻ ഓപ്ഷൻ ആണ്. അത് സാധനങ്ങൾ നിങ്ങൾ നരി എന്ന് പറഞ്ഞാൽ നരി. എത്രയാണ് പ്രൈസ് കൊടുക്കുന്നത്? 1449 ദിർഹത്തിന് നിങ്ങൾക്ക്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ 5G ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. ഉപയോഗിക്കാൻ ഏറ്റവും പൊളിയാണ്. ബാറ്ററി എന്ന് പറഞ്ഞാൽ 250 mAh ബാറ്ററിയും വരുന്നുണ്ട്. 2800 mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷേ വൈഡ് ആംഗിളൊക്കെ പൊളിയാണ്, ഒരു രക്ഷയില്ല. 11 പ്രോ ഉപയോഗിച്ചവർക്ക് പണ്ടേ അറിയാം, എടുത്തവർ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ഫീലാണ്, അത്രയും കംഫർട്ട് ആയിട്ടുള്ള സാധനമാണ്. നല്ല സ്ലിം ആയിട്ടുള്ള കംഫർട്ട് ആയിട്ടുള്ള 11 പ്രോ. ഇതിപ്പോൾ നമുക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചാൽ പറ്റില്ല. എന്താ വെച്ചാൽ നോൺ ആക്റ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ കിട്ടിലെ അവസരമാണ്, നിങ്ങൾ ഒന്ന് യൂസ് ചെയ്തോ. ഓക്കെ നെക്സ്റ്റ്. ഓക്കെ അടുത്ത ഓക്കെ എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 4000 ദിർഹത്തിന് കിഡിലെ ഓഫറിൽ പുതിയ ഫോൺ. അപ്പൊ നമ്മൾ പുതിയ ഫോൺ വിൽക്കുന്നുണ്ട്. അപ്പൊ പുതിയ ഫോൺ വേണ്ടവർക്കും ജസ്റ്റ് പിന്നെ നാച്ചുറൽ ടൈറ്റാനിയം. ഇതാണെങ്കിൽ 3750 15 പ്രോ ബ്ലാക്ക് കളർ UI സ്പെക്ക് കേട്ടോ. ഇവ രണ്ടും കിട്ടില്ല ഓഫർ കേട്ടോ. നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫർ എന്നാണ് BBA ഫാമിലിക്ക്. ഈ ഫോണിന്റെ വില ഇപ്പൊ 4050 4100 ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. 15 പ്രോ മാക്സ്. പക്ഷെ അത് പറഞ്ഞോ. ഇനിയിപ്പോ ഈ സ്റ്റോക്ക് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോക്ക് ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ
BBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെസ്റ്റ് പ്രൈസിന് കൊടുത്തെടുക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോ. ഇത് 4000 ദിർഹത്തിന് 4000 ദിർഹത്തിനാണ്. ഇതൊക്കെ പറഞ്ഞ ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് ആണ്. 4000 ദിർഹത്തിന് തന്നെ 4000 ദിർഹത്തിനാണ് വശമാരെ നിങ്ങൾക്ക് ഇതാ 15 Pro Max 256 GB വരുന്നുണ്ട്. ആ മൂപ്പർ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ സാധനങ്ങൾ എടുത്തു തരും നല്ല കിടിലം പ്രൈസിൽ. ഓക്കെ, അതുപോലെ തന്നെ 15 Pro. അടുത്ത ഏത് കൊടുക്കുക? നോൺ ആക്റ്റീവ് ലോ ബഡ്ജറ്റിൽ എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 1250 റംസിന് 128 GB. 1250 ദിർഹത്തിന് 128 256 128 GB 1280 നല്ല കിട്ടില്ല പ്രൈസിനാണ് നിങ്ങൾക്ക് 11 നോൺ ആക്റ്റീവ് കിട്ടുന്നത്. എല്ലാം നോൺ ആക്റ്റീവ് ആണല്ലേ? ഓക്കെ, ഡൺ. അടുത്ത് ഓക്കെ, കൊണ്ട് എത്ര 14 Pro ഞങ്ങൾക്ക് വേണ്ടത്? 14 Proയുടെ ശാഖരയാണ്. എത്ര 14 Pro ആണെങ്കിലും നമ്മൾ തരും. ഇത് 14 Pro ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഇരിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താ മൊഞ്ചുണ്ട് 14 Pro മൊഞ്ച് ഉള്ള 14 Pro. പറഞ്ഞോ, എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 2850 2850 എത്ര GB? 256 GB 2850 256 നോൺ ആക്റ്റീവ്. ഓക്കെ, ഡൺ. എങ്ങനെയത്? മാർക്കറ്റിലൊക്കെ ഒരുപാട് ആൾക്കാർ ആക്റ്റീവ് സ്റ്റോക്ക് നോൺ ആക്റ്റീവ് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെയത്? കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ വിൽക്കേണ്ടതാണ്. ഈ സാധനം കണ്ടെങ്കിൽ ഈ സാധനം നല്ല നരിയായിട്ടുള്ള സാധനം നിങ്ങൾക്ക് 2850 ദിർഹത്തിന് കിട്ടും അല്ലേ? ഫിസിക്കൽ ഡ്യുവൽ സിം ആയിട്ടുള്ള അല്ലേ? ഓക്കെ, എത്ര പ്രൈസ് പറഞ്ഞത്? 2850. അപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ബ്രോ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മുടെ ചെക്കന്മാർ ഇപ്പോൾ എടുക്കണം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ 1 TB ഇതിപ്പോൾ 1 TB ഞാൻ 14 Pro അല്ലേ? 1 TB 14 Pro 2850 ദിർഹത്തിനൊക്കെ വിൽക്കുന്നുണ്ടല്ലോ പല സ്ഥലത്തും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൈസ് കേട്ട ഉടനെ നമ്മൾ എന്താക്കരുത് എടുത്തി അടിയിട്ട് പോയിട്ട് 2850 കിട്ടുന്നുണ്ട് പോരും. ഒരു 50 ദിർഹംസിന്റെ ഡിഫറൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ബിസിനസ് ആണ്, ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. ഇതിപ്പോ 256 നിങ്ങൾ പറഞ്ഞത് 256 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2-3 മാസം സെയിം റേറ്റ് വ്യത്യാസമില്ല. പക്ഷെ 512 അതിന്റെ അടുത്ത് കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം 512 ഇറങ്ങാത്തോണ്ട് 1 TB ചെറുതായിട്ട് പ്രൈസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് കൂടുമ്പോൾ കൂട്ടിയിട്ടും കുറയുമ്പോൾ കുറച്ചിട്ട് വെക്കുന്നതിലെ കാര്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ നെഗറ്റീവിൽ പോയിട്ട് അപ്പൊ പറഞ്ഞുതരാം. 1 TB ഇപ്പൊ നിലവിൽ പോകുന്നത് 3050 റംസിനാണ് ഇപ്പൊ പോകുന്നത്. 2850 കൊടുക്കുന്നുണ്ട്, 2900 കൊടുക്കുന്നുണ്ട്, 2950 കൊടുക്കുന്നുണ്ട്. ഈ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എത്ര വലിയ സ്റ്റോർ ആയാലും നിങ്ങളോട് ആര് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫോൺ എടുത്തിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ സീരിയൽ നമ്പർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്ത് ആപ്പിളിന്റെ സപ്പോർട്ട് കയറി കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആക്ടിവേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. 100% ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നോൺ ആക്റ്റീവ് എന്നല്ല. ഓക്കെ, ബാറ്ററി മാറിയതിനും എന്താകുന്നത് നോൺ ആക്റ്റീവ് എന്ന് പറയില്ല. ബാറ്ററി മാറാത്തതിന്, അതായത് ജെനുവിൻ ആയിട്ട് ഫസ്റ്റ് ഒരാൾ അത് യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റിന് മാത്രമേ എന്താക്കും നോൺ ആക്റ്റീവ് എന്ന് പറയാൻ പറ്റും. ആക്ടിവേഷൻ ചെയ്യാത്ത ഫോണിന്. അപ്പൊ അത് നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇപ്പൊ നിലവിൽ റേറ്റ് ഉണ്ട്. ഒരു കാര്യം ഞാൻ കേട്ടെ, ഇപ്പൊ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞത് ഈ സാധനം ആപ്പിൾ ഇതിൽ കയറി ചെക്ക് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അത് ആക്ടിവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എപ്പോഴാണ് ആക്ടിവേറ്റഡ് ആയത് എന്ന് മനസ്സിലാവില്ല. പിന്നെ 3 ജസ്റ്റ് തേർഡ് ആപ്ലിക്കേഷൻ ആയ 3 ടൂളൊക്കെ കുത്തി കഴിഞ്ഞാൽ 1 ടൈം 2 ടൈം ചാർജഡ് കാണിക്കും. 0 ടൈം ചാർജഡ് ആയിരിക്കും നോൺ ആക്റ്റീവ്. അപ്പോൾ ഇത് ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ അത് മസ്റ്റ് ആണ്. നിങ്ങൾ പ്രൈസ് കൊണ്ട് ഞാൻ ആദ്യം പറയാം, കാരണം മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോർ ഉള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ഡിഫറൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. മുമ്പിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രോ പറഞ്ഞ പോലെ തന്നെ ജിമ്മ് ക്ലാസ്സിന് പോകണ വെറുതെ അല്ല. ജിമ്മ് ക്ലാസ്സിന് എന്ന് ജിമ്മിന് പോയാ സെറ്റ് ആകണം. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞാലും ആക്റ്റീവ് എന്ന് പറഞ്ഞാലും നിങ്ങളത് ചെക്ക് ചെയ്യും. പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ IMEI നമ്പറും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതെടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നോൺ ആക്റ്റീവ് ആണോ ആക്റ്റീവ് ആണോ. 100% ബാറ്ററി ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നോൺ ആക്റ്റീവ് ആണെന്ന് ആരും വിചാരിക്കുന്നതാണ് പറഞ്ഞത്. ഓക്കെ, ഡൺ. അടുത്തത് കൊടുക്കുക. ഇപ്പോൾ 2850 256 ഇതിന് 14 Proയിൽ വേറെ ഇതിലുണ്ടോ? 1 TB ഉണ്ട്. ഓക്കെ, 1 TB എത്ര? 3050. അത്ര വ്യത്യാസമേ ഉള്ളൂ, വലിയ വ്യത്യാസമല്ല. അപ്പൊ എന്താ ഇങ്ങനെ ഇപ്പോൾ 256 ഇത്ര പ്രൈസ് വ്യത്യാസം? ഇത് 3050 ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1 TB എടുക്കാമല്ലോ 14 Pro. ആകെ സെയിം റേറ്റ് ആണ്. അപ്പോൾ പച്ചമാരെ നിങ്ങൾക്ക് 3050 ദിർഹത്തിന് 14 Pro 1 TB ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു 10-200 ദിർഹം കൂട്ടി കഴിഞ്ഞാൽ 1 TB എടുക്കാം. ഓക്കെ, ഡൺ. നെക്സ്റ്റ് 15 Pro നോൺ ആക്റ്റീവ്.
3330 കൊടുക്കോ? ഓക്കെ, 3350 ദിർഹത്തിന് 256. വീഡിയോ നമ്മൾ എടുക്കുന്ന ഡേറ്റ് ഇതെപ്പോഴും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ആ ഡേറ്റ് മുതൽ അന്ന് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് സ്റ്റോക്ക് ഇവിടെ ഉള്ള സ്റ്റോക്ക് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ഈ റണ്ണിങ്ങിൽ ഇപ്പൊ ഇന്ന് നമ്മൾ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യുന്നില്ല, മറ്റന്നാളെ പോസ്റ്റ് ചെയ്യുന്നത്, നാളെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ. ഓക്കെ, ഇപ്പൊ നാളെ പോസ്റ്റ് ചെയ്യുന്ന നാളെ രാവിലെ മുതലേ സെയിൽ ഉണ്ടാവും. ഇപ്പൊ ഈ 2 പീസ് ബ്രോ ചോദിക്കുമ്പോ പോയല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ റണ്ണിങ്ങിലാണ്. ഷോപ്പിൽ എന്ന് പറഞ്ഞു തുറക്കാമെന്ന ഷോപ്പല്ല, തുറന്നിട്ടുള്ള ഷോപ്പാണ്. അപ്പൊ നമ്മുടെ കസ്റ്റമർ വരും പോകും സ്റ്റോക്ക് കഴിഞ്ഞ് സ്റ്റോക്ക് കഴിഞ്ഞ് തരാൻ പറ്റും. പക്ഷെ നിലവിൽ കൊടുക്കുന്ന റേറ്റ് ആണ് ഇവിടെ വന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളത് നല്ല അടിപൊളി പ്രൈസ്, നല്ല സ്റ്റോക്ക് ഉണ്ട്. ഇപ്പൊ പ്രൈസ് കുറച്ച് കൂടുതൽ എന്ന് പറയാൻ മാത്രം നമുക്ക് 13 പ്രോയിലും 30 പ്രോ മാക്സിലും ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. അത് നല്ല റീസെയിൽ വാല്യുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഈ പ്രൈസ് കൂടിയും കുറഞ്ഞോട് നിൽക്കുന്നത്. 14 സീരീസിനെക്കാട്ടിയും 12 സീരീസിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ ആൾക്കാർ ചൂസ് ചെയ്യുന്നത് 13 സീരീസ് ആണ്. അതുകൊണ്ടാണ് ഈ പ്രൈസ് കുറച്ച് അങ്ങോട്ട് കൂടിയും കുറയും ചെയ്തത് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൺ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളൊരു ഓഫർ പറഞ്ഞാലും ഇപ്പോൾ ഏതൊരു ഓഫർ പറഞ്ഞാലും അത് പെട്ടെന്ന് ഇവിടെ കഴിഞ്ഞു പോയാലും, ഇപ്പോൾ 2-3 പീസോ അല്ലെങ്കിൽ 10 പീസോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു പോയാലും നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ഓഫറിന് എന്താ ഓഫർ ഉള്ളതെന്ന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും നല്ല ഓഫർ അല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നമ്പറും കാര്യങ്ങളൊക്കെ എന്താ ഇതിൽ കൊടുത്തേക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഷോപ്പിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞെടുത്തേ ദുബായ് കരാമ ഷോപ്പ് നമ്പർ 82 തന്നെ പറഞ്ഞാൽ ഫോൺ ഗാരേജിന്റെ ഇപ്പൊ ഇവിടെയുള്ള സ്റ്റോക്ക് ഇതേ സ്റ്റോക്ക് കണ്ടീഷനുള്ള സ്റ്റോക്ക് ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു ഔട്ട്ലെറ്റും കൂടി നമ്മുടെ ഖത്തറിലുണ്ട്. ഫോൺ ഗാരേജ് സെയിം പേരാണ്, സെയിം ലോഗോ ആണ്, സെയിം ആണ്, ഒരു മാറ്റവുമില്ല. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അത് സ്ഥലം വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഖത്തർ ദോഹ, ഗറാഫ, റയാൻ, പിന്നെ അതുപോലെ തന്നെ ഒരു മാളുണ്ടല്ലോടാ ബിഹൈൻഡ് ഏത് മാളാണ് അത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലെന്താ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരുപാട് പേര് നമ്പറും കാര്യങ്ങളൊക്കെ തരാം. കറക്റ്റ്, അതായത് കറക്റ്റ് പ്രോപ്പർ, അതായത് ഇപ്പൊ ഇവിടുത്തെ ഇത് മാളിന്റെ ഉള്ളിലാണ് ഷോപ്പ്. അവിടെ പുറത്തായതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് രാവിലെ വരെ ഷോപ്പ് ഉണ്ട്, ഓൾമോസ്റ്റ് 2 മണി 3 മണി വരെ ഷോപ്പ് ഉണ്ട്, പോയി പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അവിടെ EMI പ്ലാൻ ഇപ്പൊ തുടങ്ങിയിട്ടില്ല, തുടങ്ങും. ഓക്കെ, അതിന് അവിടെ ഈ ഇതുണ്ടാ ടാബി ഉണ്ടാ ഖത്തറിലുണ്ടല്ലോ ടാബി ഉണ്ട്. ഓക്കെ, നല്ല നല്ല സ്റ്റോക്ക്, സെയിം സാധനം സ്റ്റോക്ക് കിട്ടും. അപ്പൊ ഇവിടുന്ന് ഖത്തറിലേക്ക് ഇപ്പൊ ഡെലിവറി ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു 150 രൂപ എന്തായാലും ചാർജ് ഉണ്ടാവും. പക്ഷെ അത് എന്താക്കാൻ വേണ്ടി പറ്റും, കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നമ്മൾ ഖത്തറിൻ്റെ ഇപ്പോൾ ഈ വീഡിയോ അല്ല, ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഖത്തറിൻ്റെ ഇൻട്രോ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ആ സമയത്ത് ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു ഖത്തറിലെപ്പോഴാണ് ഷോപ്പ് തുടങ്ങാം, ഖത്തറിലെപ്പോഴാണ് ഷോപ്പ് തുടങ്ങാമെന്ന്. അവർക്ക് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി എത്രയോ വലിയ സപ്പോർട്ടാണ് നമ്മൾ കിട്ടിയത്. കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നമ്മുടേതായിട്ടുള്ള സ്റ്റോറുള്ള രീതിയിൽ ചെയ്തിട്ട് വലിയ ഒരു സപ്പോർട്ടാണ് കിട്ടിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് അത്രയും കടപ്പെട്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത്രയും നല്ല അഭിപ്രായം, അത്രയും നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലും എന്താ കാര്യം എന്ന് വെച്ചാൽ അത്രയും കുറവിൽ ഫോൺ അത്രയും വിശ്വസത്തോടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതേ പ്രൈസ് ദുബായ് കിട്ടുന്ന, ദുബായിൽ എല്ലാവർക്കും അറിയാം അത്രയും പ്രൈസ് കുറവിലാണ് നമുക്ക് യൂസർ ഫോണുകളൊക്കെ കിട്ടുക. അതേ പ്രൈസിൽ അല്ലെങ്കിൽ അതിലും ബെറ്റർ പ്രൈസിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഖത്തറിലെ നമ്പറും കാര്യങ്ങൾക്ക് ഇതിന് നമ്മൾ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാ നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരമാണിത്. ഖത്തറിൽ ഷോപ്പ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറും കാര്യങ്ങളും നമ്മൾ ഒരുപാട് ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നോൺ ആക്റ്റീവ് എന്താണെന്ന് ഖത്തറിൽ കുറെ ആൾക്കാർ ഡൗട്ട് ഉണ്ട്. ഖത്തറിൽ നോൺ ആക്റ്റീവ് എന്താണ്, അതെന്താണ്, ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണ്. നിങ്ങൾ ഓക്കെ ആക്കി 100% ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാതെ ഒരു പുഷിങ്ങോ കാര്യങ്ങളോ എടുക്കുക അങ്ങനത്തെ സംഭവം ഇല്ല. നമ്മളൊരു കസ്റ്റമേഴ്സിനെ അങ്ങനെ പുഷ് ചെയ്യലുമില്ല. ജെനുവിൻ സ്റ്റോക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് മാത്രമേ എടുത്ത് കൊടുക്കലുള്ളൂ. രണ്ടാമതൊരു വരവ് ഇങ്ങോട്ടേക്ക് എത്തിക്കില്ല. നമ്മൾ എങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് കൺവിൻസ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കലുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ഖത്തറിലുള്ള ആളുകളും എല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് സെയിം ഫോൺ അല്ല കിടലും പ്രൈസിൽ വാങ്ങിക്കാം അല്ലേ? യൂസ്ഡ് ഫോൺ എല്ലാ ഫോണും നമുക്ക് 3 മാസം സർവീസ് വാറണ്ടി അടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 മന്ത് വിത്തൗട്ട് ഫിസിക്കൽ ഡാമേജ് റീപ്ലേസ്മെന്റ് വാറണ്ടി, 3 മന്ത് നമ്മൾ സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് പോരാതെ 1 ഇയർ വേണമെങ്കിൽ ഓതറൈസ്ഡ് വാറണ്ടി അതും ചെയ്താൽ ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ഏത് ഫോൺ? ഓക്കെ, 14 Pro Max. ഓക്കെ, 512 GB. ഓക്കെ, എത്ര കൊടുക്കാം? 3650 ദിർഹത്തിന് 14 Pro Max കിട്ടില്ലേ? എത്ര GB? 512 GB 3650 അല്ലേ? അല്ല, കിട്ടുന്ന സാധനമല്ല. ഇത് നോൺ ആക്റ്റീവ് അല്ലേ? ഇവ നോൺ ആക്റ്റീവിന്റെ കളിയാണ് ഇപ്പോൾ. ഓക്കെ, നോൺ ആക്റ്റീവ് ആണ് ആക്റ്റീവ് ആണെന്ന് ഇപ്പൊ ഇതിലും കളി ഉണ്ട് അല്ലേ? നോൺ ആക്റ്റീവിലും ആക്റ്റീവിലും കളിയുണ്ട്. ഓക്കെ, നോൺ ആക്റ്റീവില് കളിക്കണ്ട. അപ്പൊ നോൺ ആക്റ്റീവ് തന്നെയല്ലേ കൊടുക്കണേ? ഇത് നോൺ ആക്റ്റീവ് തന്നെ നോൺ ആക്റ്റീവ് ആണ്. കാണിച്ചു കൊടുക്കാം, എന്നിട്ട് കസ്റ്റമർ എടുത്താൽ. ഓക്കെ, അപ്പൊ കസ്റ്റമേഴ്സ് വരുമ്പോ ചോദിക്കുന്നുണ്ടോ അവര്? കുറെ പേര്, അതായത്
പ്രൈസിന്റെ പ്രശ്നം വന്നുകൊണ്ട് ഒരാൾക്ക് ഡൗട്ട് ഉണ്ട്, എന്തുകൊണ്ട് ഈ പ്രൈസ് ഇത്ര കുറയുന്നത്, അങ്ങനത്തെ ഡൗട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മളത് ക്ലിയർ ആയിട്ട് പറയുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് തന്നെ നോൺ ആക്റ്റീവ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർത്ത് തരും. അപ്പോൾ അത് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇതൊരു ബെസ്റ്റ് പ്രൈസ് എന്താ 14 Pro Max 3650 കിട്ടുന്ന പ്രൈസ്. അടുത്ത ഏത് കൊടുക്കുക? ഓക്കെ, യൂസർ എടുക്കുക. യൂസർ 30 കൊണ്ടാ മഞ്ചേരിക്കാരൻ. ഓക്കെ, കൊണ്ട 128. അത് നിന്റെ പ്രൈസ് ആയിട്ട് നമുക്ക് BBA സ്പെഷ്യലാ. എത്ര 13 1370 GB. ഇതാ പിടി സ്പെഷ്യൽ ഓഫർ 1370 1370 ദിർഹത്തിന് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ, മഞ്ചേരിക്കാരൻ്റെ സ്പെഷ്യൽ ഓഫർ പിടി 128 GB 13. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. 256 ഓക്കെ, സ്റ്റോക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, എത്ര 2GC എത്ര കൊടുക്കുക? 256 ഒക്കെ 85 ബാറ്ററി വരുന്നതാണ്. ക്ലീൻ ആൻഡ് നീറ്റ് പീസ്, സീറോ സ്ക്രാച്ച്. ഓക്കെ, ഇത് കൊടുക്കുന്ന പ്രൈസ് നമുക്ക് 1600 കൊടുക്കും. 1600 ഉണ്ടല്ലേ? 1570 ആ, ഒന്നും കൂടെ കുറച്ചിട്ടുണ്ട്. 1570 1570. ഓക്കെ, ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഇന്ന് ഫോൺ ഇത്തിരി കണ്ടോട്ട് വെച്ചിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഷോ ഒഴിവാക്കിയിട്ട് ഫോൺ നന്നായി കാണിച്ചു തരും നിങ്ങൾക്ക്. ഇതാ നല്ല നിങ്ങൾക്ക് ഈ ബാക്കും ഫ്രണ്ടൊക്കെ കണ്ടുങ്ങളിന്ന് ഫോൺ കാണണം. അപ്പോൾ സാധാരണ നമ്മളല്ലേ കാണുന്നത്. ഇതാ നല്ല ക്ലീൻ ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ സാധനം 256 രൂപ നല്ല പ്രൈസിലാണ് കയറുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ കൊടുക്കാൻ പറ്റിയത് 13 Pro കൊടുക്കുന്നത് 1950. അതായത് 1900 മുതൽ സ്റ്റോക്ക് ഉണ്ട്. 2050 വരെ അതായത് ഓരോ ഗ്രേഡ് വരുന്നുണ്ട്. സ്റ്റോക്ക് കിട്ടണില്ല. അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൈസിൽ ഡിഫറെന്റ്. റിപ്പയറിംഗ് പീസ് അല്ല. അതായത് 1900 വരുന്ന ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചുകൾ, അങ്ങനത്തെ സ്റ്റോക്കുകളാണ് നമ്മൾ 1900 മുതൽ അതൊക്കെ ക്ലിയർ ആവുന്ന. അല്ലാതെ മേജർ സ്ക്രാച്ചസ് അല്ല പറയുന്നത്. ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് അങ്ങനത്തെ സ്റ്റോക്കുകൾ 1900 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇനി അതല്ല, കസ്റ്റമർക്ക് ഒരു ന്യൂ ഫോൺ എടുക്കുന്ന പോലെ തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്റ്റോക്കാണ് ഇത്. ഓക്കെ, പ്രൈസ് കുറച്ചധികം വരും. 2050 സ്റ്റോക്ക് 85. അതായത് ഒരു മാർക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതായത് ഇത് അങ്ങനെ മാർക്ക് കാണുകയാണെങ്കിൽ നമുക്ക് 1950 ആ പ്രൈസിൽ കൊടുക്കും ചെയ്യാം അവർക്ക്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതിന് മാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്കും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അല്ലാതെ നിങ്ങളിത് അഴിച്ചതോ പിടിച്ചതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. മൈനസ് സ്ക്രാച്ച് മാത്രമായിരുന്നു. ഇതിന്റെയൊക്കെ ബാറ്ററി പെർസെന്റേജ് ഏകദേശം എത്രയൊക്കെ വരുന്നത്? ബാറ്ററി ഏകദേശം ഒരു 90 ബിലോ ആവും 13 Pro വരിക. പിന്നെ നമുക്കൊരു 1-2 പീസ് ഒക്കെ 90 എബോ ഉണ്ടാവാറുണ്ട്. ഓക്കെ, 90 എബോ ഉണ്ടാവും. സ്റ്റോക്ക് വന്നത് 90 ബാറ്ററി ഉള്ളതുണ്ട് നമ്മളതിൽ. 90 ബാറ്ററി ഉണ്ട്. 90 ബാറ്ററി ഉണ്ട്. ഓക്കെ, 90% ബാറ്ററി ഉള്ള സാധനം ഉണ്ട്. ഓക്കെ, ചെറിയ പ്രൈസിൽ ചെറിയ വേരിയന്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എടുത്തു പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഒരു 4-5 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 13 Pro Max നോൺ ആക്റ്റീവ് ഉണ്ട്, 13 Pro നോൺ ആക്റ്റീവ് ഉണ്ട്, 11 Pro നോൺ ആക്റ്റീവ് വരുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് 13 Pro വരുന്നില്ല? 11 Pro അതായത് ഓരോ കൺട്രിക്ക് ഓരോ സ്പെക്കാണ്. ഇതിപ്പോ ജപ്പാൻ സ്പെക്ക് ഉണ്ടാവും, പിന്നെ USA സ്പെക്ക് ഉണ്ടാവും, UAE സ്പെക്ക് ഉണ്ടാവും, UK ഉണ്ടാവും, അങ്ങനെ പല സ്പെക്കും ഉണ്ടാവും. അപ്പൊ നോൺ ആക്റ്റീവ് കൂടുതലും UK, ഹോങ്കോങ്, അതുപോലെ തന്നെ പിന്നെ ജപ്പാൻ സ്റ്റോക്ക് ഇതൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പം ഈ മോഡൽ കൂടുതലുള്ള മോഡൽ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ലോ സീരീസ് ആണ്. ഇതിപ്പോഴും ചെറിയ മോഡലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബ്രാൻഡ് ന്യൂ ഇറങ്ങുന്ന കൺട്രി ഉണ്ടാവും. എക്സസ് ഒക്കെ എന്ന് പറഞ്ഞാൽ തായ്ലാൻഡിൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടെന്നാ കേട്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് 30 Pro Max വരുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചോദ്യം ആണ്. പക്ഷെ നിലവിൽ 13 Pro 30 Pro Max മാർക്കറ്റിൽ അവൈലബിൾ അല്ല. മാർക്കറ്റിൽ ഇല്ല. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കൊടുക്കുന്നുണ്ടായിരിക്കും. നോൺ ആക്റ്റീവ് TR വരൂല. പുതിയ ബോക്സ് ആണ് അടുത്തത്. നോൺ ആക്റ്റീവ്, ഇത് നോൺ ആക്റ്റീവ് ആണ്. നോൺ ആക്റ്റീവ് ആണ്. ഉള്ളിൽ കിടക്കുന്ന ഫോൺ നോൺ ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ഇത് യൂസ് ചെയ്ത് സീലാക്കിയ സാധനമല്ല. ഇത് ഒറിജിനൽ നോൺ ആക്റ്റീവ് ഫോണാണ്. ഇത് 1 year ആപ്പിൾ വാറന്റി ഉണ്ട്, ബോക്സ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് നോൺ ആക്റ്റീവ് ആണ്. ഓക്കെ, ഇത് വിത്തൗട്ട് ബോക്സ്, വിത്തൗട്ട് ആപ്പിൾ വാറന്റി, ഇതും നോൺ ആക്റ്റീവ് ആണ്. ഇത് യൂസ്ഡിന്റെ പ്രൈസിൽ വരും, ഇത് ബ്രാൻഡ്. അതാണ് നമ്മൾ പറയുന്നത്. നോൺ ആക്റ്റീവില് 2 വരുന്നത്, ഒന്ന് വിത്ത് ബോക്സിൽ വരുന്നത്, ഒന്ന് വിത്തൗട്ട് ബോക്സിൽ വരുന്നത്. ഇപ്പൊ യൂസർ ഷോപ്പുകാർ വിൽക്കുന്ന ഒരു നോൺ ആക്റ്റീവ് ആണ് ഇത്. അതായത് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് അവർ നേരിട്ട് എടുക്കുന്ന സാധനമാണ് ഇത്. പക്ഷെ വിത്തൗട്ട് നമ്മുടെ ഗ്യാരണ്ടി വാറണ്ടിയിലാണ് ഇത് വരിക. പക്ഷേ ഈ ഒരു പുതിയ ബ്രാൻഡഡ് സാധനം ആണെന്നുണ്ടെങ്കിൽ വിത്ത് ബോക്സിൽ ഇത് അതേപോലെ വരും. ഇത് വിത്ത് 1 year വാറണ്ടിയിലാണ് നിങ്ങൾക്ക് വരിക. ഇതാണ് വ്യത്യാസം. സ്പെക്ക് എടുത്തു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ കാര്യം, ഏത് സ്പെക്ക് എടുത്തോ, നീ പോകുമ്പോ UAE എടുത്തോ, UK എടുത്തോ, എന്തോ എടുത്തോ, മെയ്ഡ് ഏതാ എന്നൊക്കെ മെയ്ഡ് ഇപ്പൊ ചൈനയാണ് ആ സാധനം വരുന്നത്, അസംബ്ലി ചെയ്തത്. കേൾക്കുമ്പോ ഇത് സ്പെക്ക് അതല്ലേ വരും.
ആ ഒറ്റ ഒരു തീരുമാനം നിങ്ങൾക്ക് മാറി കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതായത് നിങ്ങൾ നേരെ ഇതിലേക്ക് പോവാ, നേരെ നിങ്ങൾ അബൌട്ടിലേക്ക് പോവാ. അതിന് ശേഷം ലീഗൽ ആൻഡ് റെഗുലാരിറ്റി പോയി കഴിഞ്ഞാൽ താഴെ ഇങ്ങനെ കുറെ ഉണ്ട്. ഇതിന്റെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ചൈന എന്ന് കാണും. ഇത് നോക്കി, ഇത് കണ്ടു നിങ്ങൾക്ക് തൃപ്തി ആയിക്കോളും. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ട്, കാരണം സാധനം വരുന്നത് ഇത് സ്പെക്ക് ഏതാന്നും കൂടി കാണിച്ചാ. നിങ്ങൾ പറയുന്ന പൊക്കി പിടിക്കുന്ന സ്പെക്കാണ് സ്പെക്ക്, ചൈനയാണ് സാധനങ്ങളൊക്കെ വരുന്നത്. ഓരോ കൺട്രിക്ക് ഓരോ സ്പെക്കാണ്. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നോൺ ആക്റ്റീവ് വരുന്നത് UK വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹോങ്കോങ് വരുന്നുണ്ട്, ജപ്പാൻ വരുന്നുണ്ട്. അതായത് വിത്തൗട്ട് ബോക്സ് ആയിട്ട് വരുന്നത് വരുന്നുണ്ട്. അങ്ങനെ കണ്ടു. UI സ്പെക്കില് നിങ്ങൾക്ക് വരൂല. ഇനിയിപ്പം UI സ്പെക്കിൽ TRA വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ UK സ്പെക്കില് അല്ലെങ്കിൽ പിന്നെ വേറെ കാനഡിയൻ സ്പെക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇതിന്റെ അബൌട്ട് ആൻഡ് റെഗുലാരിറ്റി പോയി കഴിഞ്ഞാൽ TRA എന്ന് പറഞ്ഞിട്ട് സാധനം അപ്രൂവ് ചെയ്യുന്ന സംഭവം കാണിക്കും. അത് ഒരിക്കലും TRA സ്പെക്ക് അല്ല, TRA അപ്രൂവ്ഡ് ആണ്, സ്പെക്ക് അല്ല. അങ്ങനെയുള്ള ആൾക്കാർ ഒരു ഷോപ്പുകാരുണ്ട് വിളിച്ചിട്ടില്ലേ 1 TB TRA വെക്കുന്നുണ്ടല്ലോ 14 Pro നോൺ ആക്റ്റീവ്. TRA അല്ല, TRA അപ്രൂവ്ഡ് ആണ്. TRA അപ്രൂവ്ഡ്. അപ്പൊ അതും കൂടെ UK സ്പെക്കിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ UK സ്പെക്കിലാണെങ്കിൽ ഫേസ് ടൈം കിട്ടും, TRA സ്പെക്കിൽ ഫേസ് ടൈം ഉണ്ടാവില്ല. ഫേസ് ടൈം ആണ്, ഫേസ് ഐഡി അല്ല. ശരിയല്ലേ? ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നാലും ഞാനിപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന ഡൗട്ട് ക്ലിയർ ചെയ്യുന്നത് എന്നാലും ഇഷ്ടംപോലെ ഉണ്ടോ ചോദ്യം. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, 13 Pro നോൺ ആക്റ്റീവ് ഇല്ല മാർക്കറ്റിൽ, 12 Pro നോൺ ആക്റ്റീവ് ഇല്ല മാർക്കറ്റിൽ, 11 Pro നോൺ ആക്റ്റീവ് ഉണ്ട്, 11 നോൺ ആക്റ്റീവ് ഉണ്ട്. പല പല കൺട്രിയിൽ നിന്ന് വരുന്ന സ്റ്റോക്കുകൾ. അതുകൊണ്ട് കേട്ടോ, അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചാ നല്ലത്. ശ്രദ്ധിക്കണ്ടേ, വലിയ സ്റ്റോറാണ്, എല്ലാ ആൾക്കാരും അവിടെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര പ്രൈസ് കുറവാണ്, അവിടെയാണ് കൂടുതൽ ആൾക്കാരെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നൊരു വിഷയമല്ല. എത്ര വലിയ സ്റ്റോർ ആയാലും, എന്റെ സ്റ്റോർ ആയപ്പോലും ഇവിടെ വന്നിട്ട് സാധനം ചെക്ക് ചെയ്യുക അല്ലെ. നിങ്ങളൊന്ന് കാണിച്ചെന്നേ പറഞ്ഞേ, അത് നമ്മുടെ പണിയാന്ന് അല്ലേ. ഒന്ന് കാണിച്ചോ, ഇത് നോൺ ആക്റ്റീവ് ആണെന്ന് കാണിച്ചു തരണം, കാണിച്ചു തരും. അതും പണിയാണ്. അല്ലാണ്ട് വരുന്നു ഗ്ലാസ് ഒട്ടിക്കുന്ന പോകുന്നു, അത് നോക്കണ്ട നിങ്ങൾ. ഡ്രസ്സിന്റെ പുറത്താണ്. ഇപ്പൊ നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഫോർമാറ്റ് ചെയ്തിട്ട് ഫോൺ വെക്കുന്ന ആൾക്കാരുണ്ട്. ഫോൺ ഫോർമാറ്റ് അടിച്ചിട്ട് നോൺ ആക്റ്റീവ് ആയിട്ട് വെക്കും. നോക്കുമ്പോ നോൺ ആക്റ്റീവ് ആണെന്നല്ലോ. ഇതല്ല, സീരിയൽ നമ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അത്ര തന്നെ. ഫോണ് ഓൺ ആക്കി ആക്ടിവേഷൻ ചെയ്തിട്ട് അല്ലോ ഞാൻ മറന്നുപോയല്ലോ നോൺ ആക്റ്റീവ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കൂല. ആക്ടിവേഷൻ കഴിഞ്ഞാൽ പിന്നെ പോയി. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കുക അല്ലെ. അപ്പൊ ഇതെല്ലാരും ശ്രദ്ധിക്കുക. അപ്പൊ എത്രയും നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നോൺ ആക്റ്റീവും ആക്റ്റീവ് എന്താണെന്നും അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ മേടിക്കുന്ന ഫോണ്, അത്ര നമ്മൾ കഷ്ടപ്പെട്ട് മേടിക്കുന്ന ഫോണ്, അത് നിങ്ങൾക്ക് ഉപകാരമാവണം. ആ ഒരു കാര്യം കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പല ആൾക്കാർ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ നടത്തുക അല്ലേ, നമ്മുടെ സജീബ് ബ്രോ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഓഫർ 13 Pro കൊടുത്ത് 13 Pro കൊടുത്തില്ലേ? 13 Pro തന്നെ 512 GB പ്രൈസിന് 2050 ദിർഹംസ്, വെറും 2050. ഓക്കെ, 81 82 83 84 85 86 87 80 80 89 അങ്ങനെ തുടരെ പോകുന്ന ബാറ്ററി ഹെൽത്ത്. ഓക്കെ, കണ്ടീഷൻ ഒക്കെ ഓൾമോസ്റ്റ് നല്ല ഗ്രേഡ്, നല്ല കുഴപ്പമില്ലാത്ത കണ്ടീഷൻ. റിപ്പയർ കാര്യങ്ങളൊന്നും ഇല്ല. വിത്ത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു റിപ്പയറും ഇതിലില്ല. ബട്ട് ഇതിൽ ഉണ്ടാകും ചിലപ്പോൾ മേ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജെന്യൂൻ ആപ്പിൾ പാർട്ട് സർവീസ് ഉണ്ടോ, എന്തെങ്കിലും ഡിസ്പ്ലേ അല്ലെങ്കിൽ ക്യാമറ, മൊത്തം ആപ്പിളിൽ നിന്ന് ഇതിന്റെ പാർട്സ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം, ചെക്ക് ചെയ്തിട്ടുണ്ടാവാം. മാറിയിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒക്കെ ഡേറ്റ് കാണിക്കുന്നുണ്ട്, അല്ലാത്തത് ചെക്ക് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് അതിന്റെ അർത്ഥം. ജെന്യൂൻ ആപ്പിൾ പാർട്ട് മെസ്സേജ് ഉണ്ടായതിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ വെച്ചാൽ ഇല്ല. വാട്ടർ റെസിസ്റ്റന്റ് പോകുമെന്ന് വെച്ചാൽ അതും ഇല്ല. കാരണം ആപ്പിളിൽ നിന്ന് എപ്പോഴും ഒന്ന് മാറിക്കഴിഞ്ഞാൽ വാട്ടർ റെസിസ്റ്റന്റിൽ മാത്രമേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങും. നമുക്ക് കണ്ടില്ലേ, ഇതിപ്പോ ഡിസ്പ്ലേ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും, ഡേറ്റ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഡേറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനർത്ഥം ഇത് പിന്നെ വെള്ളത്തിൽ ജസ്റ്റ് മഴ കൊണ്ട് കഴിഞ്ഞാൽ പ്രശ്നമാകും, അങ്ങനത്തെ ഇടങ്ങാറൊന്നുമില്ല. കാരണം വാട്ടർ റെസിസ്റ്റന്റിൽ മാത്രമേ ആപ്പിൾ നിന്ന് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പൊ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ് ഇപ്പോൾ ജെനുവിൻ ആപ്പിൾ പാർട്ട് ചോദിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വില കുറയോ എന്നുള്ള ഒരുപാട് ഡൗട്ട് ഉണ്ട്. അതിനുണ്ട് സംശയം, അതിന് ഉത്തരം കുറക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറക്കാം. ഓക്കെ, നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വില നിങ്ങളാണ് ഇടേണ്ടത്. അതെ, നിങ്ങളെ ഫോണിന് നിങ്ങളാണ് വില ഇടേണ്ടത്. കണ്ടീഷൻ പക്ക ലൈക്ക് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ഫോണാണ്, ആ സാധനത്തിൽ നിങ്ങൾ ഇടണം വില. അതല്ല അതിന് ചെറിയൊരു പൊട്ടുണ്ട് തട്ടുണ്ട് അതിന്റെ മൈനസ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ മനസ്സിലായോ. അല്ലാണ്ട് ഇതിപ്പോ ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് അങ്ങനെയുണ്ട് മെസ്സേജ്, നമ്മുടെ എത്ര ജനുവൻ ആപ്പിൾ പാർട്ട് മെസ്സേജ് ഉണ്ട് ഇല്ലേ, നമ്മൾ എടുക്കുന്നില്ലേ. എന്തെങ്കിലും പറഞ്ഞു നമ്മൾ ഇത് മാറിയതാണല്ലോ, ഒരു 100 രൂപ കുറയുമല്ലോ, ഇല്ല പറയുന്നുണ്ടാ ഇല്ല. കാരണം അത് ഒറിജിനലാണ്, ജെനുവിൻ ആണ്, നമുക്ക് അറിയാൻ വേണ്ടി പറ്റും.
അപ്പോൾ അത് നിങ്ങളുടെ ഡൗട്ടാണ് ഈ ജെനുവിൻ ആപ്പിൾ പാട്ടിന് വേണ്ടി സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ പ്രൈസ് കുറയുന്നു. അപ്പോൾ അത് മൂപ്പര് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞതുണ്ട്. ആ പറ മുന്നേ ഇതെന്തിനാ ഇങ്ങനെ ജെനുവിൻ ആപ്പിൾ പാട്ട് മെസ്സേജ് വരുന്നത്? ആദ്യം ഇങ്ങനെ ഇല്ലല്ലോ. 16 ശേഷമാണെങ്കിൽ 15 ശേഷം അപ്ഡേറ്റിന് ശേഷം മെസ്സേജ് വരുന്നത്. ഓക്കെ, ശരിയാണ്. അത് എന്തിനാണ്? ആപ്പിളിന് മാറി എന്ന് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ? അതെ, പുറത്തുനിന്ന് എത്ര ആൾക്കാർ ബാറ്ററിയും ഡിസ്പ്ലേ ഒക്കെ മാറി കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാവാം? ഇപ്പൊ ജെനുവിൻ ആപ്പിൾ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ആപ്പിളിന്റെ തന്നെ പ്രൊഡക്റ്റ്, ഒറിജിനൽ ഡിസ്പ്ലേ, സെയിം ഡിസ്പ്ലേ എങ്ങനെ വരുന്നു, ക്യാമറ എല്ലാം ആപ്പിളിൽ തന്നെ മാറുന്നതാണ്. ഓക്കെ. അപ്പൊ ആപ്പിളിൽ നിന്ന് മാറുമ്പോൾ അതിന്റെ പ്രശ്നം ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ കൊണ്ടുവന്നോ. അന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റിൽ 50 ദിർഹംസ് കൂട്ടിയിട്ടേ നമ്മൾ എടുക്കും. അതാണ് കഥ. ഓക്കെ, നെക്സ്റ്റ് ഏതാ ഫ്രേ? ഓക്കെ, ആ 1 TB 2000 ദിർഹംസിന് 1 TB 13 Pro 92 ബാറ്ററി 2000 ദിർഹത്തിനാണ് കൊടുക്കുന്നത് ഓഫർ. ഡാമേജ് മാത്രമേ ഉള്ളൂ. എന്താ? ഓക്കെ, ചെറിയ അതെന്താ ഡിസ്പ്ലേലാ? ഓക്കെ, ഡിസ്പ്ലേയിൽ ചെറിയ ഡാമേജ് നിങ്ങൾ കാണില്ല. അപ്പൊ അത് ഇപ്പൊ ഇനിയിപ്പോ അത് ആ ഡിസ്പ്ലേയിൽ എന്താ ഡിസ്പ്ലേ മാറ്റാൻ പറ്റില്ല? അപ്പൊ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അത് മേടിച്ചിട്ട് അപ്പൊ അത് കൂടും. ഒരു ബ്ലാക്ക് ഡോട്ട് അവിടെ കാണൂല. ഇല്ല, കാണില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആ ഡോട്ട് ഇപ്പോൾ ഒരു ഡോട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അത് ഡിസ്പ്ലേയിൽ വന്ന ഡോട്ടാണ്. അത് ഡിസ്പ്ലേയിൽ വന്ന ഡോട്ട്. അപ്പോൾ അത് പോവോ? അത് അല്ല, ഇതിന് കൂടുമോ, വലുതാവോ? ഓക്കെ, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇത് മേടിച്ചിട്ട് ഇതിന്റെ ഡിസ്പ്ലേ മാറ്റാൻ പറ്റുമല്ലോ? ഇല്ല. ഓക്കെ, വെറും 2000 ദിർഹത്തിന് വച്ചാൽ ഒരു കിടല ഓഫർ ഉണ്ട്. അപ്പോൾ ചെറിയ ഡോട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഏതാ? 13 Pro Max. 13 Pro Max. 512 GB ആണ് നമ്മൾ ഇട്ടുള്ളത്. നേരെ 13 Pro പറഞ്ഞല്ലേ, സെയിം കണ്ടീഷൻ വരുന്നു. ഓക്കെ, 13 Pro Max 512 GB ഒക്കെ 85 എബോ ബാറ്ററി വരുന്നു. സീറോ സ്ക്രാച്ച്. ഓക്കെ, ഞാൻ നേരെ കാണിച്ചു നോക്കണ്ടെന്ന്. ഏതാ സ്റ്റോക്ക്? എത്രയ്ക്ക് കൊടുക്കാം നമുക്കത്? പ്രൈസ് എത്ര കൊടുക്കാം? 2450 കൊടുക്കാം. 2450 തുടങ്ങും. ചെറിയ മൈനോട്ട് സ്ക്രാച്ചുകളൊക്കെ 2450 കൊടുക്കുക. 512 GB സീറോ സ്ക്രാച്ച് 2500 2550. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞപ്പോൾ 2450 ദിർഹം മുതൽ എന്ന് പറയുമ്പോൾ യൂസ്ഡ് സാധനമാണ്. സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്കറിയാം. അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ. സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും കുറവ് പ്രൈസിൽ നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ അതിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് 10-50 ദിർഹം കൂടും. അത് നിങ്ങളുടെ ഒരു ചോയ്സാണ് അല്ലേ? അതുപോലെ അഴിച്ചിട്ടോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ചോയ്സിൽ നിങ്ങൾക്ക് നല്ല കിടിലൻ ഫോണുകൾ ഇതിൻ്റെ കണ്ടീഷൻ കണ്ടില്ല, വേറെ ലെവലിൽ സാധനം. ഓക്കെ, നെക്സ്റ്റ് ഏത് കൊടുക്കുക? നെക്സ്റ്റ് കൊടുക്കാൻ പറ്റിയ 12 Proയിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം തീർന്നു കിടക്കാം. ഓക്കെ, 12 Proയിൽ 1350. 512 GB സെയിം പ്രൈസ്, 256ഉം സെയിം പ്രൈസ്. ഓക്കെ, 1350. 8281 ബാറ്ററി. നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്ത പീസും ഉണ്ട്. 100 ബാറ്ററി ആയിരുന്നു. രണ്ടും സെയിം പ്രൈസ്, അതായത് GB ശ്രദ്ധിക്കണം. പറഞ്ഞോ. സതീൻ അമ്മനെ പറഞ്ഞോ. 512 256ഉം സെയിം പ്രൈസ് 1350. ഓക്കെ, 1350. ഓക്കെ, ഡൺ. ഏതോ ഓഫറിൽ ജംഷി ബ്രോ? പിന്നെ 13 Pro Max 1 TB. നിങ്ങൾ അടിച്ചോ. 1 TB. ഓക്കെ, നത്തിങ് ചേഞ്ച്. ബാറ്ററി വരുന്നത് 87 ബാറ്ററി. ഓക്കെ, ഇതിന്റെ പ്രൈസ് വരുന്നത് 2480 ദിർഹംസ്. 2480 ഉള്ളൂ. 480. അതെത്ര കുറച്ച് കൊടുക്കണേ? ചെറിയ ഇവിടെ മൈനസ് സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചെറിയ മൈനസ് സ്ക്രാച്ചിനാണ് ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് കുറച്ചുണ്ട്. നല്ല കിടൻ ബാറ്ററി പേഴ്സണൽ അടിപൊളി സാധനം അല്ലേ? പ്രൈസിന് 1 TB വരും. അയ്യോ, ഓഫറിന്റെ കളിയാണല്ലോ. അടി അടി. അടുത്ത് മട്ടാഞ്ചേരി ഏതാ കൊടുക്കണേ? മട്ടാഞ്ചേരി മാർട്ടിൻ. മാഞ്ചേരിയാണ്, മട്ടാഞ്ചേരി അല്ലേ? ഓക്കെ, എന്നാ മഞ്ചേരി. മഞ്ചേരിയാണ്, സോറി. മഞ്ചേരിക്കാരൻ്റെ അവൻ്റെ അടിക്കട്ടാ. മഞ്ചേരി ഏതാ കൊടുക്കുന്നത്? 14 Pro Max ഇത് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജംഷി ബ്രോ പ്രത്യേകം എന്തോ കാണിക്കുന്നുണ്ട്. എന്താ ഇത്? ജംഷി സ്പെഷ്യൽ. ഓക്കെ, സൈഡിൽ ചെറിയ സ്ക്രാച്ച്. ഓക്കെ, ഡൺ. നോക്കിക്കോ, ഉണ്ട് കണ്ട്. ഒരു കവർ ഇട്ട കാണൂലേ? കാണില്ല. ഇട്ടിട്ടും വേണം കാണിച്ചു തരാം, അതും കുഴപ്പമില്ല. ചെറിയ സ്ക്രാച്ച് സൈഡ്. അതെ, ഓക്കെ. നേരെ ഇങ്ങോട്ടേക്ക് വരുക. ഇതിന്റെ ഡിസ്പ്ലേ ജെനുവിൻ ആപ്പിൾ പാട്ട്. ഓക്കെ, ഇറ്റ് വാസ് റിപ്പയർഡ് ഇൻ 8 ഡിസംബർ 2023. ഒരു കുഴപ്പമില്ലേ? ഫോൺ കണ്ടീഷൻ 100% വർക്കിംഗ് ആണ്. 3 മാസം സ്റ്റോർ വാറന്റി കൊടുത്തതിന് പകരം ഞാൻ 1 മാസം കൂടി എക്സ്ട്രാ കൊടുക്കും. ഈ ഫോൺ കാണിച്ചു തരാം. ഇതിന്റെ ബാറ്ററി ഹെൽത്ത് വരുന്നത്
96 96, അതെ. ജെന്യുവിൻ ബാറ്ററിയാണ്. നത്തിങ് ചേഞ്ച് ബൂസ്റ്റ് കറാമ ഒന്നും ഇല്ല കേട്ടോ. കരാമ ഓക്കെ. ആ പിന്നെ ജിബിയോ ആ എത്ര 512 GB ആണ്. ഓക്കെ 512 GB കേട്ടോ. ഓക്കെ. ഇതിന്റെ പ്രൈസ് എത്ര ഇട്ടിട്ടുള്ളത്? ഓഫറാ ഇതിന്റെ പ്രൈസ് എത്ര ഇട്ടിട്ടുള്ളത്? 2980. വെറും 2900 ദിർഹംസിന് 2900 ദിർഹംസിന് ഈ പീസ് തരും. 2900 dirham. കവർ ഓക്കെ. ഓക്കെ. നിങ്ങൾ അഡിഡാസിന്റെ ബാക്കിൽ നിൽക്കുന്ന സ്പൈലിന്റെ 350ന്റെ കാനൽ പോലത്തെ ബുള്ളറ്റ് പ്രൂഫ് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെയൊക്കെ പറയൂട്ടോ. കനല് കൊണ്ടുവന്ന ഒരു സ്ക്രാച്ച് കാണുന്നുണ്ടെന്ന് നിങ്ങൾ പറയണം ഗൈസ്. നിങ്ങൾ പറയണം ഗൈസ്. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സാധനം ജംഷിബിറോടെ സ്പെഷ്യൽ ഓഫർ ആട്ടാ. സ്പെഷ്യൽ സാധനം 2900 ദിർഹംസിന് 512 GB 96 ബാറ്ററി. കാണൂല. ഇത് നോക്കുക, ഒരു സ്ക്രാച്ചും കാണൂല. ഇനി ക്യാമറ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്യാമറ നോക്കോ. ക്യാമറ നോക്കോ 2x 3x പോർട്രേറ്റ് പൊറോട്ട മൂഡ് എന്താടാ പൊറോട്ട മോഡൽ പോർട്രേറ്റ് മൂഡ് പറഞ്ഞിട്ടെ അടി അത് ക്ലിക്ക് ചെയ്യാൻ സിനിമാറ്റിക് വേറെ ലെവൽ സാധനം അല്ലേ. 2900 നല്ല കിഡിൽ ഓഫർ. അതേപോലത്തെ സ്റ്റോക്ക് കൂടി തരാം. 14 Pro Max സ്പെക് UI. ഇതും UI സ്പെക് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ. ഇതിന്റെ പ്രൈസ് എത്ര ഇട്ടത്? 3990. ഓക്കെ. ഇതിന്റെ ഞാൻ കാണിച്ചത് ഇതിൽ ക്ലീൻ സ്റ്റോക്ക് ആണ്. സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നുമില്ല. സ്ക്രാച്ച് കാര്യങ്ങള് ഒന്നുമില്ല. തോട്ടച്ച് വൃത്തിയാക്കി നല്ല വെട്ടിപ്പാക്കി കാണിച്ചതാ. ഒരു സ്ക്രാച്ചും ഇല്ല. ഒരു സ്ക്രാച്ചും ഇല്ല. ഇത് ഇത്രയും നീറ്റ് ആയിട്ട് കാണിക്കുന്ന വെച്ചാൽ ഡെലിവറി ഒക്കെ വേണ്ട ആൾക്കാർക്ക്, ഇവിടെ വന്ന് എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടിട്ട് കാണിച്ചു തരുന്നു. ഓക്കെ. ഇത് കണ്ടിട്ട് നിങ്ങൾ ഈ കണ്ട സ്പോട്ടിൽ നിങ്ങൾ എടുക്കണം. അത്രയും ക്ലാരിറ്റി സാധനം. പ്രൈസ് 3199. സ്പെക്ക് വരുന്നത് UI കേട്ടോ. ഈ സാധനം ഇതിന്റെ ഞാൻ പറഞ്ഞുതരാം. ഇത് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് നമുക്ക് എന്താക്കിയിട്ടുണ്ട്, ഇതിന്റെ ബാറ്ററി ആൻഡ് ഡിസ്പ്ലേ മാറിയിട്ടുണ്ട്. ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാറിയത്. വാട്ടർ റെസിസ്റ്റന്റ് ആണ് കണ്ടീഷൻ. വാട്ടർ റെസിസ്റ്റന്റ്. ഓക്കെ. വാട്ടർ റെസിസ്റ്റന്റ് എടുത്തെടുത്ത് ഞാൻ പറയാം. ഓക്കെ. ഇതിന്റെ ബാറ്ററി ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും 3050 ദിർഹംസ്. 3050 100% ബാറ്ററി ജെനുവിൻ. നിങ്ങൾക്ക് ഒരു 5-6 ഒരു മാറില്ല. ഇത് പ്രൈസ് ലോസാണ്. പക്ഷെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചായി ഇവിടെ കിടക്കുന്നത്. കുറച്ചായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 Pro Max നോൺ ആക്റ്റീവ് വന്നോണ്ട് യൂസ്ഡ് ചിലപ്പോൾ പിന്നെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നുണ്ട്. കിട്ടിക്കോട്ട് വെച്ചിട്ട് കൊടുക്കുന്നത്. 3199 പ്രൈസ് ഡ്രോപ്പ് ഇട്ടിട്ട് ഇതാ പുതിയ ഒരു 10 കൊല്ലം ഉപയോഗിച്ചാലും കാനൽ സ്റ്റോക്ക്. അതും ഞാൻ ഒരു മാസം എക്സ്ട്രാ വാറണ്ടി, 4 മാസം ഇതിന് ഞാൻ വാറണ്ടി തരും. ഓക്കെ. അപ്പൊ 14 Pro Max ഒരു വെട്ടിട്ട് 3050 ദിർഹംസ്. 3050 നല്ല കിഡിലും പ്രൈസിൽ അത് ഓഫർ. അതുപോലെ തന്നെ വേറെ സ്റ്റോക്ക് ഞാൻ ഇവിടെ എടുത്ത് കണ്ടിട്ടുണ്ട്. ഓഫറാ? 256 13 Pro Max ഒരു പീസ് എത്ര ഇത് 100% ബാറ്ററി. ഓക്കെ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ അടുത്ത് ഇത് ഒന്ന് ബ്രോക്കൺ ആയതാ. അപ്പൊ കസ്റ്റമർക്ക് എന്താക്കണം, ഇതിന്റെ ഡാറ്റാസും കാര്യങ്ങൾക്കൊക്കെ കംപ്ലീറ്റ് കിട്ടണം. അപ്പൊ കസ്റ്റമർ എന്താക്കി, ഞാൻ അത്ര പൈസ കൊടുത്തിട്ടാണ് ഞാൻ റെഡിയാക്കാന്ന് പറഞ്ഞു. കറക്റ്റ് അതിന്റെ പേപ്പറും ബില്ലില്ലേ, എല്ലാ ബില്ലെല്ലാം ഉണ്ട് കേട്ടോ. കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ സാധനം കസ്റ്റമർ കൊണ്ടുപോയിട്ട് എന്താക്കി, കംപ്ലീറ്റ് ഡാറ്റയും കാര്യങ്ങളും വേണം എടുത്തു തരുന്നിട്ട് കമ്പ മൊത്തം അടിച്ച് പൊളിച്ച് സാധനം വന്ന് സാധനം എന്താക്കി നല്ല കിടിലം പോലെ ആപ്പിൾ എന്താക്കി വലിയ പൈസക്ക് മാറിക്കൊടുത്തു. ബാറ്ററി, ഡിസ്പ്ലേ, ട്രൂ ഡെപ്ത് ക്യാമറ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. മേജർ ആയിട്ട് മാറ്റിയത് ബാറ്ററി, ഡിസ്പ്ലേ. ഓക്കെ. ഇത് ട്രൂ ഡെപ്ത് ക്യാമറ എന്ന് പറയുന്നത് ഫേസ് ഐഡി ആണ്. ക്യാമറ അതായത് ഫ്രണ്ട് ക്യാമറയും ഇതും കൂടി മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അത് മാത്രം. അത് പിന്നെ എന്തായാലും ഡിസ്പ്ലേ മാറുമ്പോൾ മാറണം, നിർബന്ധം. ഓക്കെ. സാധനം നോക്കിക്കോ, ക്ലീൻ സ്റ്റോക്ക്. സ്റ്റോക്ക് നോക്കിക്കോ, സാധനം നോക്കിക്കോ. ഇതിന്റെ പ്രൈസും കൂടി ഞാൻ പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നല്ല ഓഫറിൽ എത്ര കൊടുക്കാം? ബാറ്ററി ഉണ്ടോ? 100% ഒറിജിനൽ ബാറ്ററി ഇട്ടാ. ബാറ്ററി മറ്റേ ഓർലിക്സ്, തൈര്, ഗീര വരുന്ന സാധനം സ്റ്റോക്ക്. ഓക്കെ. ഇത് ഞാൻ നിങ്ങൾക്ക് അതാക്കി തരാം. ഇതിന്റെ പ്രൈസ് 2100 ദിർഹംസിന്. 2100 ഈ സ്റ്റോക്ക് ഞാൻ 2100 ദിർഹത്തിന് 13 Pro Max 10 കൊല്ലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും പക്കാ സാധനം. നിങ്ങൾക്ക് വാട്ടർ റെസിസ്റ്റന്റ് സാധനം.
ആപ്പിൾ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, വാട്ടർ റെസിസ്റ്റന്റ് ഞാൻ തിരിച്ചെടുക്കും സാധനം. അതാണ് 2100 കൊടുത്ത് നിങ്ങൾ വാങ്ങി 2100 1000 കൂടിയിട്ട് 3100 ഞാൻ തിരിച്ചു തരും. അത്രയും ഗ്യാരണ്ടി. 2100 ഇപ്രാവശ്യം നമ്മൾ കിഡിലെ ഓഫറായിട്ട് ഒരുപാട് ഓഫേഴ്സ് 3 നാൾ നിരന്ന് നിന്നിരുതാ. ഒന്ന് ഇതാ പഠിക്കുന്നത് എംസി ബ്രോ, സാജിദ് ബ്രോ, ഇതാ നമ്മുടെ മഞ്ചേരിക്കാരൻ ബ്രോ, എല്ലാവരും അവിടെ നിന്നിട്ട് വേറെ ലെവലിൽ ഓഫർ നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറിൻ്റെ ചറപ്പറ കളിയാണ്, ഫുൾ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക്. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടോ അത്. ഓക്കെ, അടുത്തേതാ? അടുത്തത് കൊടുക്കാൻ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 1 TB കൊടുത്തില്ല. 20 വരുന്നോ? എന്നാ 12 കൊടുക്കേ. എംസി ബ്രോ ഒക്കെ ഒന്ന് വേറെ ലെവലിൽ ഒന്ന് ഇത്ര ഉഷാറിൽ കണ്ടിട്ടില്ല. എന്താണ് മറ്റേ ഇത് കുടിച്ചാ? എന്തായിരുന്നു? റെഡ് ബുൾ കുടിച്ചാ അല്ലേ? ഓക്കെ, ഒറിജിനൽ ബാറ്ററി റീപ്ലേസ് ആണ്. ബാറ്ററിക്ക് 3 month റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ പ്രൈസ് വരുന്നത് 1050. 12 അല്ലേ? 1050. മൈക്ക് കരുത് സൗണ്ട് പോകണ്ട. ഓക്കെ, 1050ക്ക് 12 കിട്ടും മച്ചന്മാരെ. ഇതും കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒക്കെ കൊടുത്ത നമ്മള്. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ മഞ്ചേരിക്കാരന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ടുപേര് ഗാനം പാടിക്കോ. പിന്നെ പാടാ മഞ്ചേരിക്കാരൻ പാടിക്കോ. മനസ്സിലായിട്ടാ തോന്നുന്നു. പാടിക്കോ. നാളെ അറിയട്ടെ പാട്ട്. പാട്ട് നമ്മൾ പിന്നെ പാടും. അടുത്തിൽ പാടോ? അടുത്തിൽ പാടും. ഓക്കെ, അടുത്ത വീഡിയോയിൽ മഞ്ചേരിക്കാരൻ പാട്ട് പാടും കേട്ടോ. ഉറപ്പല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങൾ വെയിറ്റിംഗ് കണ്ട. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും കിടിലൻ ഓഫറാണ് ഞങ്ങൾ എല്ലാവരും കൂടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇനി ഷോപ്പിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്പർ എന്തായാലും ഇത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഖത്തറിലുള്ള നമ്പറും കൊടുത്തേക്കാം. രണ്ടും ഗസ്റ്റ് ചെയ്യുക. അടിപൊളി ഓഫറിൽ എല്ലാം അവിടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്താ പറഞ്ഞാൽ പറയണ്ട. ഓക്കെ, ഷോപ്പിംഗ് വരും. പറഞ്ഞോ. ക്യാഷ് ഓൺ ഡെലിവറി. പിന്നെ വേറെ കാര്യം GCC ഡെലിവറി സൗദി തുടങ്ങിയോ. നീ ഇപ്രാവശ്യം ഇതിന്റെ തമ്പനയിൽ കൊടുക്കണം. സാധനം എന്ന് പറഞ്ഞാൽ സൗദി ഡെലിവറി അവൈലബിൾ. സൗദി തുടങ്ങിയാ എല്ലാവരും നമ്മുടെ ഏറ്റവും കൂടുതൽ ചോദ്യം സൗദി ഡെലിവറി. സൗദി ഡെലിവറി അവർക്ക് ഇന്ന് കിട്ടുന്നതാണ്. 5 to 7 days. 6ാമത്തെ ദിവസം നിങ്ങൾ കയ്യിൽ കിട്ടിയിരിക്കും. ഓക്കെ, 140 dirhams ആണ് അതിന്റെ ഡെലിവറി ചാർജ് വരുന്നത്. എടുത്ത് പറഞ്ഞുതരാം. 140 dirhams പിന്നെ ഡെലിവറി ചാർജ്. ഒമാനിലേക്കാണെങ്കിൽ 50 dirhams മെയിൻ ഏരിയക്ക്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമ്പോൾ ചെറിയ 75 dirhams 80 dirhams വരും. സയാലാണെങ്കിൽ 100 dirhams. പിന്നെ അതുപോലെ തന്നെ ബഹ്റൈനിലേക്കാണെന്നുണ്ടെങ്കിൽ റയർ ഓഫ് റയർ ആണ്. ബഹ്റൈനിൽ കസ്റ്റമേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചോദിക്കലുണ്ട്, കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ബഹ്റൈനിലേക്കാണെങ്കിൽ 125 dirhams ബഹ്റൈനിൽ ഡെലിവറി എത്തും. സൗദി 140 dirhams. ഒമാൻ ആണെന്നുണ്ടെങ്കിൽ 50 dirhams കൂടുതലാണ്. നിങ്ങൾ ലൊക്കേഷൻ വെച്ചാൽ ബാക്കി പറഞ്ഞുതരാം. സൗദി എല്ലാം 140 dirhams ആണ്. സൗദിയിലേക്ക് ഞാൻ പറഞ്ഞില്ല പ്രോപ്പർ വേ ആണ്. നിങ്ങൾക്ക് ട്രാക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. ബഹ്റൈൻ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ സാധനം അവിടെ എത്തും, സേഫ് ആയിട്ട് എത്തും. പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. UAE ഒഴികെ വേറെ എവിടേക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ കാരണം കൂടി പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ളത്. ക്യാഷ് ഓൺ ഡെലിവറി വിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് സാധനം പോയിട്ട് സാധനം പിന്നെ പേയ്മെൻറ്റ് അവിടെ കിട്ടി. അതിന് ശേഷം ഇവിടെ ഏകദേശം ഒരു 18 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ആവും. മനസ്സിലായി? അങ്ങനെ ഒരു 10 എണ്ണം വിട്ട് കഴിഞ്ഞാൽ സംഭവം കിടക്കുന്നത് ഓൾറെഡി ടാപ്പിയും തമാര അതൊക്കെ മറ്റേ ഒരുപാട് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തത്. രണ്ടാമത് പറഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി റിസ്ക് ആയതുകൊണ്ട് എടുക്കലില്ല. എന്തുകൊണ്ടാണ് വെച്ചാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, സ്വാഭാവികം. ഇപ്പോൾ പേയ്മെന്റ് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് വഴി ഡയറക്റ്റ് ബാങ്ക് വഴി നാട്ടിലേക്ക് വേണമെങ്കിൽ INR ആയിട്ട് അങ്ങനെ അയക്കാം. നാട്ടിലേക്ക് അയക്കുമ്പോൾ റിവേഴ്സ് റേറ്റ് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അത് ദിറംസ് ഇങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് വരുന്നില്ല. അപ്പം സൗദി ഡെലിവറി ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇതൊന്നും അല്ല, പ്രോപ്പർ വേ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കും. ഗ്യാരണ്ടിയാണ് കേട്ടോ. അതെ, ഒരുപാട് പേര് ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഇവരൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ ഒരു ഈ ഷോപ്പിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇവരുടെ കാര്യം നമ്മൾ വിശ്വസിക്കേണ്ട എല്ലാവർക്കും ഒരു വിശ്വാസമാണ് വേണ്ടത്. ആ വിശ്വാസം നിങ്ങൾക്ക് 100% ഷുവറാണ്. അപ്പോൾ പൈസ അയച്ചു നോക്കുന്ന കാര്യങ്ങൾ അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സാധനം നിങ്ങൾക്ക് വരും. കുഞ്ഞു മുഖമാണ് വിശ്വാസം. അതല്ല ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ സൗദിയിലുള്ളവർക്കൊക്കെ ഒരു അവസരമാണ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഒരു എങ്ങനെ സൗദിക്ക് ഡെലിവറി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് മെസ്സേജാണ് വരാറ്. അവർക്കുള്ള കിടിലൊരു ഓഫറായിട്ടാണ് നമ്മുടെ ഫോൺ ഗാരേജ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. ബാക്കി എല്ലാവരും ഹാപ്പിയാന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പൊ എല്ലാവരും ഓഫർ തീർന്നിട്ടില്ല. ഓക്കെ, വീഡിയോയുടെ ലെങ്ത് കൂടി. അതെ, അതുകൊണ്ടാണ് പിന്നെ അതെ. നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതെ, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കിടിലൻ വീഡിയോ ആയിട്ട് വരും. ഇപ്രാവശ്യം നല്ല എനർജിയിൽ വരുന്ന എല്ലാവരും അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ എനർജി നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ താങ്ക് യു.